കുഞ്ഞിന്റെ ഫോട്ടോ എന്റെ ഫോണിനകത്തുണ്ട് കേട്ടോ. ആ വന്നല്ലോ മോന പൊന്നെ കല്ല കുടുംബ. അമ്മൂമ്മയോട് ഞാൻ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു കേട്ടോ. എവിടെ? അയ്യോ മാഞ്ഞു പോയി. ഇനി കുറച്ചു കഴിഞ്ഞേ ഓണാവത്തുള്ളൂ കേട്ടോ. അനില പ്രസവിച്ച വിവരം ഇങ്ങോട്ടൊന്ന് വിളിച്ചു പറയായിരുന്നു. എന്ന് വെച്ചാ സുമിത്ര ഒന്നിരാടെ അങ്ങോട്ട് വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുവല്ലയോ. പൂർണ്ണ ഗർഭിണിയായിരുന്നപ്പോഴും ഒന്ന് വിളിച്ചിട്ടുണ്ടോ സുമിത്ര? അവൾക്ക് എന്നെയും വിളിക്കായിരുന്നു. അതിന് സുമിത്രയ്ക്കായിരുന്നില്ലല്ലോ വിശേഷം, അതോ ആയിരുന്നു? അല്ല, പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയാൻ കാണും. ഞാൻ മലന്ന് കിടന്ന് മേലോട്ട് തുപ്പിയാല് ഒരു സൈഡിലോട്ട് അങ്ങ് പോവും. പക്ഷെ സുമിത്ര മലന്ന് കിടന്ന് മേലോട്ട് തുപ്പിയാ അത് മുഖത്ത് തന്നെ വീഴും. അത് ശോഭകേടാ. അമ്മയെ വിളിച്ചൊന്ന് വിവരം അറിയിക്കണമെന്ന് അനില പോലും പറഞ്ഞില്ല. അതുകൊണ്ട് സംവാദം നമുക്ക് ഇവിടെ നിർത്താം. താണ്ടേ ഇതങ്ങോട്ട് പിടിച്ചാട്ടെ. എന്താ ഇത്? ലഡു, പിന്നെ 5-6 അൽപ്പൂരിയുണ്ട്. അനിലമോക്ക് ഇഷ്ടപ്പെട്ട പലഹാരമാ. കുറച്ച് ജിലേബി. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വീടില്ലയോ, അവിടെ ഒക്കെ കൊണ്ടു കൊടുക്കണം. അനിലമോള് പ്രസവിച്ചതിന്റെ സന്തോഷത്തിന്. സുമിത്രയ്ക്കും കഴിക്കാം. ദാണ്ടെ പിടിച്ചാട്ടെ. ഈ മാസം 24-ാം തീയതി മോന്റെ നൂലുകെട്ട്. ലക്ഷ്മണന്റെ ചടങ്ങൊന്ന് കൊഴുപ്പിക്കാനാ തീരുമാനം. രാജേഷ് 1.5 പവന്റെ ഒരു മാല മേടിച്ച് ഇപ്പോഴേ വെച്ചിട്ടുണ്ട് കുഞ്ഞിനിടാൻ. അവന്റെ ചേച്ചിയുടെ വക ഒരു പൊന്നരഞ്ഞാണം. ചിത്തപ്പ നല്ല കനത്തിൽ ഒരു കാട്ടള. ഞാൻ എന്തുവാ പൊടിമോന് കൊടുക്കുന്നതെന്നറിയാവോ? ഒരു ബ്രേസ്ലെറ്റ്. അച്ഛന്റെ ബന്ധുക്കൾ ഇത്രയൊക്കെ കൊടുക്കുമ്പോ അമ്മയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വേണ്ടായോ? ആര് കൊടുക്കാനായില്ലയോ? അനിലയോട് ഞാൻ പറഞ്ഞു, മോള് വിഷമിക്കണ്ട, അമ്മയുടെ വീട്ടിലെന്നും പറഞ്ഞ് 3/4 പവൻ വീതമുള്ള ഓരോ വള ഞാൻ ഇട്ടിരിക്കും. അതിന്റെ ചെലവ് ഞാൻ ഏറ്റു. നിങ്ങൾക്ക് അഭിമാനമില്ലെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മരുമോട് അഭിമാനം നോക്കണ്ടായോ? അത് വേണ്ട. കുഞ്ഞിന്റെ 28-ന് ഞാൻ വരാം. വേണ്ട എന്താണെന്ന് വെച്ച് ചെയ്യാം. ബുദ്ധിമുട്ടണ്ട സുമിത്രേ. നിങ്ങൾ തിരിഞ്ഞു നോക്കാത്ത മോടെ കുഞ്ഞിനെയും തിരിഞ്ഞു നോക്കണ്ട. അനിലയുടെ മോനെ കാണാനും എന്തെങ്കിലും കൊടുക്കാനും എനിക്കും അവകാശമുണ്ട്. അവകാശം ഉണ്ടായിരുന്നു എന്ന് പറ. നിങ്ങളായിട്ട് ആ വാതിലടച്ചു. ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്, പല ആവശ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. 10,000 രൂപയ്ക്ക് വരെ കെഞ്ചിയിട്ടുണ്ട്. അത് നിങ്ങളുടെ മോടെ ഗർഭശുശ്രൂഷയ്ക്കും മരുന്നിനും മറ്റുമായിരുന്നു. എന്റെ വർത്തമാനത്തിന്റെ സ്റ്റൈൽ ഇങ്ങനെ ആയതുകൊണ്ട് തങ്കപ്പനാശാരി പറയുന്നത് കഴമ്പില്ലാന്ന് കരുതരുത്. സുമിത്ര എന്നെയും രാജേഷിനെയും പല പ്രാവശ്യം ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ സ്ഥിതിയൊക്കെ ഒന്ന് മാറി, മൊത്തത്തിലൊന്ന് പച്ച പിടിച്ചു വരുക. അത് അനിലമോടെ ഐശ്വര്യം കൊണ്ടാണ് ഞാൻ പറയും. സുമിത്ര ഇനി ഏച്ചു കെട്ടാൻ നോക്കണ്ട. അതുകൊണ്ട് നൂലുകെട്ടിന് സുമിത്ര കൈനഗിരിയിലോട്ട് വരണമെന്നില്ല. ഈ പലഹാരം ഇവിടെ ഇരുന്നങ്ങ് തിന്നോണ്ടിരുന്നാ മതി. പകരം വീട്ടാ നിങ്ങള്? അയ്യോ, പകരം വീട്ടാൻ എന്തുവാ? ഇത് വടക്കം പാട്ട് കഥയാണോ? നിങ്ങളെ സമ്മാനം മാത്രമല്ല, ഇനി യാതൊരു വകയും അനിലയ്ക്കോ അനിലയുടെ കുഞ്ഞിനോ വേണ്ട. സുമിത്ര ഒരു 50,000 രൂപ എടുത്ത് തന്നു നോക്ക്. ഞാൻ വാങ്ങിക്കത്തില്ല. അല്ലെങ്കിൽ തന്നു നോക്ക്. തൊടത്തില്ലേ? പണത്തിന്റെ അളവ് പോലും വെച്ച് മനുഷ്യരെ അളക്കരുത് സുമിത്രേ. മോശമാത്. മോള് പ്രസവിച്ച വിവരം വന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഡീസൻസി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ആ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇനി എപ്പോഴെങ്കിലും അനിലയ്ക്ക് അമ്മയെ കാണണമെന്ന് തോന്നി വിളിച്ച ഞങ്ങൾ തടയത്തില്ല. പക്ഷെ അനിലയ്ക്ക് തോന്നണം. തോന്നൂ? ആ, തോന്നാൻ പാടാ. ഇത്രയും നേരം ഞാൻ സംസാരിച്ചതിന്റെ കഥാസാരം വക്കീലിന് പിടികിട്ടിയോ? ഇല്ലെങ്കിൽ ഞാൻ സംക്ഷിപ്തമായിട്ട് പറയാം. ഉദയന്നൂരെ പാവം മരിച്ചുപോയ സേതുലക്ഷ്മി നന്ദനയ്ക്ക് ഒരു വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട്. അതില് പറയുന്ന സ്വത്ത് പെണ്ണ് കൊണ്ടുപോയി പുഴുങ്ങി തിന്നോട്ടെ.
ഐ ഹാവ് നോ പ്രോബ്ലം അറ്റ് ഓൾ. എന്നാൽ ഉദയന്നൂരെ ആ തള്ള ഭാഗീരഥിയമ്മ നന്ദനയുടെ പേരിൽ ബില്ലെഴുതി വെച്ചിട്ട് ആ സമാധിയായത്, അതവള് കൊണ്ടുപോയി പുഴുങ്ങി തിന്നാൻ ഞാൻ സമ്മതിക്കില്ല. അതിനെതിരെയാ എന്റെ നിയമയുദ്ധം. എന്തായിരിക്കും വക്കീലെ ഈ കേസിന്റെ ഭാവി? ഞാൻ തുറന്നു പറയുന്നത് കൊണ്ട് വിഷമം തോന്നരുത്. അതൊന്നും കുഴപ്പമില്ലടോ, താൻ പറ. ഈ കേസിൽ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. വക്കീലെ, തെളിവുകൾ നന്ദനയ്ക്ക് അനുകൂലമാണ് വർമ്മ സാറേ. തെളിവുകൾ നന്ദനയ്ക്ക് അനുകൂലമാണ്. സത്യം നന്ദനയുടെ ഭാഗത്താണ്. ന്യായവും അവളുടെ കൂടെയാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട വക്കീലിനെ പോലുള്ള ഒരു വക്കീലിനെ ഞാൻ സമീപിച്ചത്. നിയമവും തെളിവുകളുമെല്ലാം വളച്ചൊടിച്ച് തിരിച്ച് നമുക്ക് അനുകൂലമാക്കണം. വക്കീല് വിചാരിച്ചാൽ അത് നടക്കത്തില്ലയോടോ. നോക്കാം. പിന്നെ ഇതൊരു കേസായിട്ട് വക്കീല് കാണണ്ട. ഒരൊന്നൊന്നര കേസിന്റെ ഗുണം കിട്ടും തനിക്ക്. കിട്ടും സാറേ. ഒരു വഴിയുണ്ട്. എന്നാൽ ആ വഴിക്ക് പോകാം. ഒരു ട്വിസ്റ്റ് കൊണ്ടുവരണം. എന്തു ട്വിസ്റ്റ്? വിൽപത്രം നന്ദനയുടെ പേരിലാണല്ലോ. അതെ. അതിൽ പറയുന്ന സ്വത്ത് അനുഭവിക്കാനുള്ള അവകാശം നന്ദനയ്ക്കാണ്. പിന്നല്ലാതെ. പക്ഷേ നന്ദന എവിടെ? നന്ദന എന്ന് പറയുന്ന വ്യക്തി എവിടെയെന്ന്? അവൾ ഉദയന്റെ ഭാര്യയായിട്ട് കുന്നത്തൂരുണ്ടല്ലോ. ഇല്ല. എന്തോന്നാ വക്കീലെ ഈ പറയണത്? നന്ദന കുന്നത്തൂർ കോവിലകത്തില്ല. അഥവാ അവിടെ ഉള്ളത് നന്ദന അല്ല. യഥാർത്ഥ നന്ദന ഇതല്ല. ഇതാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന പുതിയ ടേണിംഗ് പോയിന്റ്. ഈ നന്ദന ഉദിയന്നൂർ കോവിലകത്തെ കുട്ടി അല്ലെന്ന് പറയുന്നു. അപ്പോൾ ഇവൾ ആരെന്ന ചോദ്യം വരത്തില്ലേ വക്കീലെ? ആൾമാറാട്ടം. സാറിന്റെ ഭാര്യ പ്രസവിച്ച നന്ദനയെ ആരോ അപകടപ്പെടുത്തിയിട്ട് ഈ കക്ഷിയെ നന്ദന എന്ന പേരിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. സ്വത്തുക്കൾ കിട്ടേണ്ടത് ഒറിജിനൽ നന്ദനയ്ക്കാണ്, ഡ്യൂപ്ലിക്കേറ്റിനല്ല. ആ ചരട് പിടിച്ച് നമുക്കൊരലക്കലക്കാം. ഒരു DNA ടെസ്റ്റ് നടത്തിയാൽ നമ്മൾ ഈ പറയുന്നതെല്ലാം പൊളിയത്തില്ലേ? ലാബിൽ ചെന്ന് മൂത്രം പരിശോധിക്കുന്ന പോലുള്ള പരിപാടിയല്ല DNA ടെസ്റ്റ്. കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലെ അത് നടത്താൻ പറ്റൂ. അതിന് കുറെ നിയമ നടപടികളുണ്ട്. അതിനെന്തെടുക്കും? സമയമെടുക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സാവകാശം കിട്ടും. അന്നേരം എന്ത് ചെയ്യാം? കേസ് എങ്ങനെ നീട്ടിക്കൊണ്ടുപോകാം. ആ ഗ്യാപ്പിൽ വർമ്മ സാർ വെറുതെ ഇരിക്കരുത്. കൺമുന്നിലുള്ളത് യഥാർത്ഥ നന്ദനയല്ലെന്ന് സ്ഥാപിക്കാൻ പറ്റിയ തെളിവുകൾ സംഘടിപ്പിക്കണം. കോടതി അത് വിശ്വസിക്കണം. എവിഡൻസ് കിട്ടിയാൽ കോടതിയെ ബോധ്യപ്പെടുത്തുന്ന കാര്യം എനിക്ക് വിട്ടേക്ക്. വക്കീലെ, നനഞ്ഞിറങ്ങിയ സ്ഥിതിക്ക് ഞാനേ കുളിച്ചു കയറാൻ തന്നെ തീരുമാനിച്ചു. പിന്നിലേക്കൊന്ന് സഞ്ചരിക്കാൻ പോവാ ഞാൻ, നന്ദനയുടെ ഭൂതകാലത്തിലേക്ക്. അവള് വിദ്യാഭാരതി പ്രസവിച്ച നന്ദനയല്ലെന്ന് ഈ പ്രതാപവർമ്മ തെളിയിക്കും. 3.5 തരം. അല്ല, പ്രതാപേട്ടന് പെട്ടെന്നെന്താ ഒരു മനംമാറ്റം? പൊതുശത്രുവിന്റെ മുമ്പിലെ നമ്മള് ശത്രുക്കൾ ഒന്നിക്കണം. അതാണ് പോരാട്ടത്തിന്റെ നീതി. നമ്മള് അളിയന്മാര് തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറെ നാളായിട്ട് നമ്മൾ 2 ചേരിയിൽ നിൽക്കുക. പക്ഷേ നമ്മുടെ പൊതുശത്രുവാണ് നന്ദന. അവളെ അടിയറവ് പറയിക്കാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കണോ വേണ്ടയോ? രഘുനാഥൻ പറ. പക്ഷേങ്കില് ഇതൊരു സിനിമാ കഥയൊന്നുമല്ല. ഇത്രയും നാള് കണ്ടത് ഒറിജിനൽ നന്ദനയല്ലെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കൂ? വിശ്വസിക്കണം, വിശ്വസിപ്പിക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. കൈ നനയാണ്ട് മീൻ പിടിക്കാൻ പറ്റുമോ രഘുനാഥ? മീൻ എന്ന് പറയുമ്പോഴേ 50 രൂപയുടെ നെത്തോലിയല്ലാന്ന് ഓർക്കണം. കോടികൾ വിലമതിക്കുന്ന പെൻസ്രാവ്.
നന്ദനയുടെ അസ്തിത്വത്തിന്റെ അടിത്തറ എന്ന് പറയണത് യാതൊരു വ്യക്തതയും ഇല്ലാത്തൊരു പൈങ്കിളി കഥയാ. ഒരു കെട്ടുകഥയുടെ കെട്ടുറപ്പ് പോലും അതിനില്ല. നമ്മളങ്ങടെ ഒരു കോണിന്ന് അങ്ങട് പൊളിച്ചടക്കണം. അനുകൂലമായ റിസൾട്ട് ഉണ്ടാകുമെന്ന് പ്രതാപേട്ടന് തോന്നുന്നുണ്ടോ? ശ്രമിക്കണം അതിനു വേണ്ടി. എന്നിട്ട് നമ്മൾ റിസൾട്ട് ഉണ്ടാക്കണം. നമ്മൾ കർമ്മം ചെയ്യും, കർമ്മഫലം ഈശ്വരൻ തരും. അതൊക്കെ പണ്ട്. കർമ്മം ചെയ്യുന്ന നമ്മൾ തന്നെ ആ കർമ്മത്തിന്റെ ഫലം കണ്ടെത്തണം. അതാണ് പുതിയ കാലത്തിന്റെ തത്വശാസ്ത്രം. നിനക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ രഘുനാഥ? അപ്പോ ജയിക്കാമെന്നാണോ? പിന്നല്ലാതെ. അതിനല്ലേ രഘുനാഥനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നമുക്ക് ജയിക്കാമടോ. എന്തെങ്കിലും സാധ്യത എവിടെയെങ്കിലും മറിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. അതിന് നന്ദനയുടെ ജന്മഗൃഹം മുതലുള്ള വേരുകള് മാന്തി എടുക്കണം. വല്യേട്ടനുമായിട്ടൊന്ന് ആലോചിക്കണോ? മണ്ടത്തരം പറയാതെ വാൽമീകി അവിടെ ഇരുന്നോട്ടെ. എനക്കരുത് അയാളെ. ഇതേ വളരെ വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. പക്ഷേ പ്രതിഭ വേണം. അതിന്റെ ആവശ്യമുണ്ടോ? കുടുംബ പുരാണം അന്വേഷിച്ചാ നമ്മൾ പോകുന്നത്. കൂട്ടത്തിൽ ഒരു സ്ത്രീ ഉള്ളത് വളരെ നല്ലതല്ലേ? ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ കിട്ടണം. ഏതൊക്കെ വീടുകളിൽ ചെന്ന് കയറണമെന്ന് അറിയില്ലല്ലോ. പരിചയപ്പെടുമ്പോ നന്ദനയുടെ അമ്മാവനും കൂടെ അമ്മായിയും ഉള്ളത് ഒരു ബലായിരിക്കും. നിങ്ങളെ ഈ കഥയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ടാണെന്ന് കൂട്ടിക്കോളൂ. അപ്പോ നമുക്ക് യാത്രയ്ക്ക് ഒരുങ്ങാം. ഓക്കേ? ഓക്കെ. ഇങ്ങനെ ഇരിക്കാണ്ട് ഒന്ന് ചിരിക്ക് പ്രതിഭേ. നമുക്കിടയിൽ ഘനീഭവിച്ചിരുന്ന മഞ്ഞ് അങ്ങടെ അലിഞ്ഞു പോയില്ലേ? ഇത് തന്നെയാ സ്ഥലം തോന്നുന്നു. ഇനി നന്ദനയുടെ വീട് കണ്ടുപിടിക്കണം. ഒരു പരിചയമില്ലാത്തടുത്ത് എങ്ങനെ കണ്ടുപിടിക്കാനാ? അവൾ ഇവിടുന്ന് പോയിട്ടും കുറെ നാളായില്ലേ? വായിൽ കിടക്കുന്ന നാക്കതിനല്ലേ. നന്ദന ഇവിടെ വളരെ ഫേമസ് ആയിരിക്കും. മറ്റൊരു ചിന്തയും എന്റെ മനസ്സിൽ ഉരുത്തിരിയുന്നുണ്ട്. അതെന്താ? മറ്റൊരു പാർട്ടിയുടെ വീടും ഈ നാട്ടിൽ തന്നെയാ. ഹരിപ്രസാദിന്റെ. ആ, അത് ശരിയാണല്ലോ. പിന്നെ അതുകൊണ്ടെന്താ? നമുക്ക് അവന്റെ വീട്ടിൽ നിന്ന് ഓപ്പറേഷൻ തുടങ്ങിയാലോ? നന്ദനയുടെ ചരിത്രം അറിയാൻ വേണ്ടിട്ടല്ലേ പ്രതാപേട്ട നമ്മൾ ഇറങ്ങിയത്. എന്തായാലും വേണ്ടില്ല. ആ, കൂട്ടത്തിൽ ഒരു വെടി ഹരിപ്രസാദിന്റെ പള്ളക്ക് വിട്ടു കൊടുക്കുക. അത് ശരിയാ. ഏതെങ്കിലും ഒരു നാട്ടുകാരനെ പിടികൂടി നമുക്ക് അവന്റെ വീട് കണ്ടുപിടിക്കാം. അന്യനാട്ടിൽ നിന്ന് വരുന്നവർക്ക് വഴി പറഞ്ഞു കൊടുക്കാനായിട്ട് റോട്ടിലിറങ്ങി നടക്കുന്ന ചില വിദ്വാൻമാരുണ്ടാകും. മുന്നോട്ട് പോട്ടെ. ആളെ കിട്ടും നമുക്ക്. ഇതാണ് നിങ്ങൾ പറഞ്ഞ വീട്. ഇറങ്ങിയട്ടെ. എന്താ അവിടുത്തെ കക്ഷിയുടെ പേര്? പ്രഭാകരൻ. ആ, ഹരിപ്രസാദിന്റെ അച്ഛൻ അല്ലേ? അത് തന്നെ. മാറ്റില്ലല്ലോ. എന്നാ പിന്നെ ചേട്ടനങ്ങ് പോയിക്കോട്ടെ അല്ലേ പ്രതാപേട്ട? വഴി കാണിച്ചു തന്നത് വലിയ ഉപകാരമായി. താങ്ക് യു മാത്രമല്ല സാറേ, ചായ കുടിക്കാൻ എന്തെങ്കിലും? ഈ നാട്ടിൽ അങ്ങനെ ഒരു ചടങ്ങുണ്ടോ? വീട് കാണിച്ചു തരുന്നതിനും ടിപ്പ്? രഘുനാഥ പാവല്ലേ, ഒരു 100 രൂപ ഇങ്ങോട്ട് കൊടുത്തോ. ദേ, എന്റെ കയ്യിൽ ചേഞ്ച് ഇല്ലാഞ്ഞിട്ടാട്ടോ. പ്രതിഭ കൊടുത്താലും മതി. ചായ ആക്കണ്ട, ജ്യൂസ് ആയിക്കോട്ടെ, മുസമ്പി തന്നെ ആയിക്കോട്ടെ. ചേട്ടൻ പോയിക്കോളൂ. വാ.
പടികളൊക്കെ നമ്മൾ തന്നെ കയറണായിരിക്കും. ഓ, ഹരിപ്രസാദിന്റെ വീട്. പ്രതിഭേ, നന്നായിട്ടൊന്ന് കണ്ടോളൂ. പിന്നെ ഞാനൊരു നമ്പറിലായിരിക്കും തുടങ്ങുന്നത്. നിങ്ങള് കൂടെ നിന്നോണം. ഓ, നമസ്തേ. പ്രഭാകരൻ സാറില്ലേ? ഉണ്ട്. ദേ ഇങ്ങോട്ടൊന്ന് വന്നേ. ഞങ്ങൾക്ക് അങ്ങോട്ട് കേറി വരാലോ അല്ലേ? ആ, വരൂ വരൂ. ആ, വരൂ രഘുനാഥ. ആരാണ്? വിരുന്നുകാരൊക്കെ ഉണ്ടേ. ഇരിക്കൂ. ആ, ഇരിക്കൂ. ഞങ്ങള് കുറച്ച് വടക്കുന്ന. ഇത് പ്രതിഭ. അയ്യോ സോറി, ഇത് രഘുനാഥൻ. ഇത് പ്രതിഭ രഘുനാഥൻ. ഞാൻ പ്രതാപൻ. ഓ, വിസ്തരിച്ച് പറഞ്ഞാൽ പ്രതാപവർമ്മ. ചായ. ഏയ്, ചായ വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങള് വഴിന്ന് ചായ കുടിച്ച് അതെ അതെ അതെ. അല്ല, വന്നത് എന്തിനാണെന്ന്? ആ, പറയാം. ഒരു കല്യാണാലോചനയായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയതാ. ആ ഹൈസ്കൂളിന്റെ അടുത്ത് ഒരു എക്സ് സർവീസുകാരന്റെ വീടില്ലേ? ഹൈസ്കൂളിന്റെ അടുത്ത് അങ്ങനെ ഒരാള് ഉണ്ട്, ആളുണ്ട് സാറേ. ഈ ഇരിക്കുന്ന പ്രതിഭയുടെ, അയ്യോ തെറ്റി, ഈ നിൽക്കുന്ന പ്രതിഭയുടെ അനുജത്തിക്ക് വേണ്ടിയ കല്യാണാലോചന. മേൽ പറഞ്ഞ എക്സ് സർവീസുകാരന്റെ ഒരു പ്രപ്പോസലാ കാര്യം. പയ്യൻ ഗൾഫിലാ. ഫോട്ടോ കണ്ടപ്പോ നല്ല ചെക്കൻ. ഞങ്ങൾക്കാണെങ്കിൽ ടൗൺ വരെ വരേണ്ട മറ്റൊരു കാര്യവും ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഈ പയ്യനെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. ഓ, നേരിട്ട് കണ്ടപ്പോഴോ ഒട്ടും ഹൈറ്റില്ല. ദേ എത്രയുള്ളൂ. ചെക്കന് പെണ്ണിനോട് എന്തെങ്കിലും പറയണമെങ്കിൽ ദേ ഇങ്ങനെ നോക്കണം. അങ്ങനെ വരും കുറഞ്ഞൊരു പയ്യൻ. ഉണ്ട് ഉണ്ട് സാറേ. വെറുതെ ഒന്ന് അന്വേഷിച്ചപ്പോഴറിഞ്ഞു ഇവിടെയും ഒരു പയ്യനുണ്ടെന്ന്. ആ, എന്നാ പിന്നെ ചുമ്മാ ഒന്ന് കേറി ഇറങ്ങി പോവാമെന്ന് വിചാരിച്ചു. അല്ലേ പ്രതിഭേ? പണ്ടൊക്കെ കല്യാണം എന്ന് പറയുമ്പോ പെൺകുട്ടിയെ കുറിച്ചായിരുന്നു വിവരങ്ങൾ കളക്ട് ചെയ്തിരുന്നത്. ഇപ്പൊ നേരെ മറച്ച ചെക്കന്മാരെ കുറിച്ചാ ജാഗ്രത. ഉദാഹരണത്തിന് ഈ നാട്ടിൽ തന്നെയുള്ളൊരു പയ്യൻ ഞങ്ങളുടെ അടുത്തൊരു ജോലിയായിട്ട് വന്നിട്ടുണ്ട്. കാണാൻ പരമയോഗ്യനാ. പറഞ്ഞിട്ടെന്താ, പെട്ടുപോയിരിക്കല്ലേ. ആ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലിയുള്ള പയ്യന്റെ പേരെന്താ പ്രതിഭേ? ഞാൻ മറന്നുപോയല്ലോ. ആ താടിക്കാരനെ. ഹരിപ്രസാദ്. അത് തന്നെ. സാറിന് ചിലപ്പോ അറിയായിരിക്കും. ഈ പ്രദേശത്ത് എവിടെയോ ആണ് വീടെന്നാ കേട്ടത്. എന്താ എന്താ ആ പയ്യന്റെ പ്രശ്നം? പ്രശ്നം ഹരിപ്രസാദല്ല, അയാളെ വന്നുപെട്ട ചുറ്റുപാടുകൾക്കാ. ഈ പറഞ്ഞ ഹരി അങ്ങോട്ട് സ്ഥലം മാറി വരുന്നതിന് മുമ്പ് മറ്റൊരു കേസ് കെട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നന്ദന. അവര് തമ്മില് പണ്ടേ അടുപ്പായിരുന്നു പോലും. പക്ഷേ നന്ദനയിന്ന് വേറൊരുത്തന്റെ ഭാര്യയാ. എന്നിട്ടും ഇവര് തമ്മിൽ കാണുന്നുണ്ട് ചേച്ചി. ഇവിടെ പിള്ളേരാരുമില്ലല്ലോ, അതുകൊണ്ട് പറയാം. ഒറ്റ വാക്കി പറഞ്ഞ അവളെ ഫ്ലർട്ട്. അതാണ് ഈ നന്ദന. മറ്റൊരു വാക്കി പറഞ്ഞ അഴിഞ്ഞാട്ടക്കാരി. അതെ,
ഹരിപ്രസാദ് നന്ദനെ കാണാനൊക്കെ പോവാറുണ്ട്. അവൾ അയാളെ കാണാനും ചെല്ലാറുണ്ട്. നാട്ടില് പലർക്കും അറിയാം. രാപ്പകല് ഭേദമില്ലാണ്ട് കൂടിക്കാഴ്ചയാവുമ്പോ ആളുകൾ അറിയാണ്ടിരിക്കോ? ഹരിപ്രസാദ് ആളൊരു പാവാന്നാ തോന്നണത്. ദേ മറ്റവൾ അങ്ങനെയല്ല, നന്ദന വിളഞ്ഞ വിത്ത. ഓ, അവൾക്ക് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടോ? ഇനി ആ പയ്യൻ ആരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല സാറേ. ഉണ്ട്, ഞങ്ങളുണ്ട്. എന്താ സാർ പറഞ്ഞേ? ഞങ്ങളുടെ മോന നിങ്ങൾ ഈ പറയുന്ന ഹരിപ്രസാദ്. അയ്യോ, അതെയോ? ആണോ ചേച്ചി? അതെ. അയ്യോ.